ആൻറ്റി ഏജിങ് ന്യൂവസ്റ്റ് ട്രെൻഡ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒരു പേഷ്യൻ്റ് വരുന്നതിനനുസരിച്ച് ആ പേഷ്യൻറ്റിൻ്റെ നീഡ്സ്, റിക്വയർമെൻറ്റ് അതായിരിക്കും ഞാൻ ആദ്യമായിട്ട് ചോദിക്കുക. ചില പേഷ്യൻസ് വന്നിട്ട് അവരുടെ കണ്ണിൻ്റെ അടിയിലുള്ള ഫൈൻ ലൈൻസ് ആൻഡ് റിങ്കിൾസിനെ പറ്റിയായിരിക്കും സംസാരിക്കുക. പക്ഷേ അതേപോലെ തന്നെ അവർക്ക് ചിലപ്പോൾ ഒരു ടെമ്പറൽ ഹോളോയിങ്, അല്ലെങ്കിൽ ഒരു പ്രായം ചെന്ന് കഴിഞ്ഞുണ്ടാവുന്ന ഒരു നെറ്റിയിലുണ്ടാവുന്ന ഒരു കുഴിയോ അല്ലെങ്കിൽ ചീക്കിലുണ്ടാവുന്ന ഒരു ഹോളോയിങ് ഒക്കെ ഒരു ഡോക്ടർ എന്ന നിലയിൽ ചിലപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അത് അവരെ ഒഫൻഡ് ചെയ്യാത്ത രീതിയിൽ പതിയെ അവരെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ കടമ. അതേപോലെ തന്നെ ഇന്ത്യയിൽ കാണുന്ന ഒരു വേറൊരു ചേഞ്ച് എന്ന് പറയുന്നത് ഈ റിങ്കിളിങ്സോ സാഗിങ്ങോ അല്ലാതെ തന്നെ പ്രായം ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന പിഗ്മെൻ്ററി ചേഞ്ചസ്, അല്ലെങ്കിൽ ഒരു പ്രായം ചെല്ലുമ്പോൾ അവരുടെ സ്കിന്നിൻ്റെ അടിയിലുണ്ടാവുന്ന മെലനോസോംസ് പ്രൊഡക്ഷൻ, അതും ഒരു അലേർട്ടിംഗ് പ്രോബ്ലം ആണ്. അതായത് 60 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ കാണുന്ന മെലാസ്മ പോലെയോ അല്ലെങ്കിൽ LP പോലെയുള്ള പിഗ്മെൻ്ററി ചേഞ്ചസും നമുക്ക് ഏജിങ്ങിൽ കാണുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇത് പതിയെ അവരെ മനസ്സിലാക്കി കൊടുക്കുകയും അതിന് ഓരോ ഇൻഡിക്കേഷന് വേണ്ട ചികിത്സകൾ കൊടുക്കുകയാണ് നമ്മൾ റീജൻ കെയറിൽ പൊതുവേ ചെയ്യാറുള്ളത്. ഏജിങ് എന്ന് പറയുന്ന ഒരു അൺഅവോയ്ഡബിൾ ചേഞ്ച്, അത് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പലപ്പോഴും സാധിച്ചില്ലെങ്കിലും ആ ഒരു പ്രോസസ്സിനെ സ്ലോ ഡൗൺ ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ ഓരോ ഫേസും ഏജ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടാണ്. ചിലപ്പോൾ ഫൈൻ ലൈൻസ് ആൻഡ് റിങ്കിൾസ് ആയിരിക്കും ഒരു ഫേസിൽ ആദ്യമായിട്ട് അപ്പിയർ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ സാഗിങ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഓരോ ഫേസിനും അവരുടെ ഏജിനും അവരുടെ സ്കിന്നിനും സ്യൂട്ടായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആയിരിക്കും നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സ്ലോ കൊളാജൻ ഇൻഡക്ഷൻ എന്ന് പറയും. അതായത് നമ്മുടെ ബേസ്മെൻറ്റ് അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്, ഒരു കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്. അതിൻ്റെ കുറവുകൾ വരിക, അവിടെയുള്ള ഇലാസ്റ്റിൻ അല്ലെങ്കിൽ കൊളാജൻ ഫൈബേഴ്സ് കുറയുക, നമുക്ക് ഹൈഡ്രേഷൻ കൊടുക്കുന്ന ഹൈലൂറോണിക് ആസിഡിൻ്റെ അളവ് കുറയുക, അല്ലെങ്കിൽ നമ്മുടെ ഫാറ്റ്, നമുക്ക് കുഷനിങ് കൊടുക്കുന്ന ഫാറ്റിൻ്റെ അളവ് കുറയുക. ഇതിനെയൊക്കെ സ്ലോലി സപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആൻറ്റി ഏജിങ് പ്രോട്ടോക്കോളിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് ചിലപ്പോൾ ചില ടോപ്പിക്കൽ എലമെൻസിൻ്റെ ഹെൽപ്പ് നമ്മൾ എടുക്കാറുണ്ട്. ഒരു ഗുഡ് സ്കിൻ കെയർ റുട്ടീൻ നമ്മൾ പേഷ്യൻസിന് ആദ്യമേ പരിചയപ്പെടുത്തി കൊടുക്കും. അതവർ യൂസ് ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ലോ കൊളാജൻ ഇൻഡക്ഷനിൽ തന്നെ ആൻറ്റി ഏജിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായി.